അസ്സലാമു അലൈക്കും. സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ പൾപ്പാണ്. അപ്പോൾ നമ്മളിതുപോലെ ഈന്തപ്പഴം പൾപ്പാക്കി വെച്ചാൽ പാല് കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ ഈന്തപ്പഴത്തിൻ്റെ പൾപ്പിട്ടിട്ട് അതിലേക്ക് പാലൊഴിച്ചിളക്കി കൊടുത്താൽ കുട്ടികൾ നല്ല ടേസ്റ്റോടു കൂടി കുടിച്ചോളും. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് ഈന്തപ്പഴത്തിന് 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചാണ് വേവിക്കുന്നത്. ഒരു 3 വിസിൽ വരുന്നത് വരെ മതിയാകും. അപ്പോഴത്തേനും ഈന്തപ്പഴം ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിലേക്കും കാണും, അതും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കുമേ. അപ്പം അരച്ചെടുത്ത ഈന്തപ്പഴം എല്ലാം നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ടൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതിലെ വെള്ളമയമെല്ലാം വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ വെള്ളമയം പോകുന്നത് വരെ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഈ പൊട്ടിത്തെറിയൊക്കെ നിൽക്കുന്ന ഇതൊന്ന് ശാന്തമായി നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കിത് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. നമുക്ക് ജ്യൂസ് അടിക്കുമ്പോഴും ഷെയ്ക്ക് അടിക്കുമ്പോഴൊക്കെ ഇതിൽ നിന്നും കുറച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും നമ്മുടെ ഷെയ്ക്കിനും ജ്യൂസിനും ഒക്കെ. തണുത്ത പാലിലാണെങ്കിലും ഇതൊരു 2 സ്പൂൺ ഇട്ട് കലക്കി കൊടുത്താൽ കുട്ടികൾ ഒരു മടിയും കൂടാതെ കുടിച്ചോളും. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.